നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SEO വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമോനാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്ന്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു ബ്ലൂടൂത്ത് ഡിവൈസാണ്. ഒരു ഇയർഫോൺ, ബ്ലൂടൂത്ത് ഇയർഫോൺ ജസ്റ്റ് നമ്മുടെ ഇയറിൽ സെറ്റ് ചെയ്ത് വെക്കാം, ഇയറിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കാം പാകത്തിനുള്ള ഒരു ഇയർഫോണാണ്. ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോണുമായും ഓൾ ഡിവൈസസ്, ഏത് ഡിവൈസും വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇയർഫോൺ ഡിവൈസ് ബ്ലൂടൂത്ത് വഴി നമുക്ക് എന്ത് ചെയ്യാം, പെയർ ചെയ്ത് യൂസ് ചെയ്യാം. കോൾ ചെയ്യാനാണെങ്കിലും മ്യൂസിക്, അതുപോലെ തന്നെ വാട്സാപ്പ് വോയിസുകൾ ഒക്കെ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലേ ചെയ്യാനും മ്യൂസിക്കിന്, അതുപോലെ തന്നെ കോള് നമുക്ക് വരുന്ന പേഴ്സണൽ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ചെവിക്കുള്ളിലൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഓൾമോസ്റ്റ് ഹൈഡായിരിക്കും. പൂർണ്ണമായും നമുക്ക് ഹൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഹൈഡായി നമുക്ക് ചെവിക്കുള്ളിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന, അതാണ് കറക്റ്റ് വേർഡ്, ഇറക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്ലൂടൂത്ത് ഡിവൈസാണ്, ബ്ലൂടൂത്ത് ഇയർഫോണാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ എന്നൊക്കെ പറയാവുന്ന ഈ ഒരു ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ കമ്പനി നമുക്കെല്ലാവർക്കും അറിയാം. ആമസോണിൽ അടിപൊളി സെയിലായിരുന്നു ഇതിനുണ്ടായി. ഞാൻ വാങ്ങിയത് സിംഗിൾ ഇയർഫോണാണ്, സിംഗിളായിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ഇയർഫോണാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ഡബിൾ വരുന്നുണ്ട്, അതായത് രണ്ട് ചെവിയിലേക്കും വെക്കാൻ പാകത്തിനുള്ള വരുന്നുണ്ട്. ഞാൻ ഏതായാലും സിംഗിൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ട് ഞാൻ സിംഗിൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡബിൾ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം. അപ്പം pTron എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്, pTron എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കും. നല്ല സൂപ്പർ സെയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബ്ലൂടൂത്ത് വേരിയൻറ്റ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.0 ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് തന്നെയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ബ്ലൂടൂത്ത് വേരിയേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ വയർലെസ് ഡിസ്റ്റൻസ്, അതായത് ബ്ലൂടൂത്തിൻ്റെ നിങ്ങൾ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൺ അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ എന്തായിക്കോട്ടെ, ടാബ്ലറ്റ് ആയിക്കോട്ടെ, അപ്പം ഈ ഒരു ഡിവൈസായിട്ട് നിങ്ങളുടെ ഈ ഒരു pTronൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇയർഫോണ് എങ്ങനെയാണ്, എത്ര ദൂരം വരെ നമുക്ക് ഡിസ്റ്റൻസിൽ കിട്ടും, അതായത് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് എത്ര ഡിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് രണ്ട് ഡിവൈസ് തമ്മിൽ അകലത്തിൽ വെക്കാം, കാരണം ഇത് പെയർ നടക്കുമ്പോൾ. അപ്പോൾ അവർ പറയുന്നത് വയർലെസ്സിൻ്റെ റേഞ്ച് 10 മീറ്ററാണ്. 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോൺ 10 മീറ്റർ അകലെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങളുടെ ചെവിയിൽ വർക്ക് ചെയ്യുമെന്നർത്ഥം. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം, ഫുൾ ചാർജ് ആകാനുള്ള ടൈം 1.5 ഹേഴ്സ്, 1.5 മണിക്കൂർ ആണ് പറയുന്നത്. അതായത് 1.5 മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാനുള്ള ടൈം. ഇതിൻ്റെ ഒരു ഡെപ്പിക്കുള്ളിലാണ് ഇത് വെക്കാറ്. ആ ഡെപ്പിയാണ് റീചാർജ് ചെയ്യുക. അപ്പോൾ ഡെപ്പിയിലും ബാറ്ററി ഉണ്ട്, ഈ ഒരു ഹെഡ്സെറ്റിലും ബാറ്ററി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ചാർജ് ചെയ്യുന്നത് ആ ഒരു പൗച്ചിലാണ് അല്ലെങ്കിൽ ആ ഡെപ്പിക്കുള്ളിലാണ് നമ്മൾ ചാർജ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ചാർജ് ചെയ്യാൻ ഫുൾ ചാർജ് ആവാനുള്ള ടൈം 1.5 മണിക്കൂറാണ്. നമുക്ക് ഇനി ഈ ഒരു ഡിവൈസ് മ്യൂസിക് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 6 മണിക്കൂറോളം നമുക്ക് മ്യൂസിക് ചാർജ് തീരുന്ന ടൈമാണ് പറയുന്നത്, മ്യൂസിക് ആസ്വദിക്കാൻ സാധിക്കും. നിങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ, ഈ ഡിവൈസ് വെച്ച് നിങ്ങൾ ഫോൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററി ബാക്കപ്പ് ഇതിനുണ്ടാവും, നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നിടയിൽ കേൾക്കുന്ന ഈ ഒരു ഡിവൈസ് വഴി നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ആൾക്ക് പരമാവധി നോയിസ് ക്യാൻസൽ ചെയ്തിട്ടുള്ള പ്യൂർ വോയിസ് ആയിരിക്കും കേൾക്കാൻ കഴിയുക. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് പറയുന്നു. 60 mAh Li-Polymer ബാറ്ററിയാണ് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ തന്നെ 180 mAh
ആ ബാറ്ററിയാണ് ആ ഒരു പൗച്ച് അല്ലെങ്കിൽ ആ ഒരു ഡെപ്പി ഇത് വെക്കുന്ന ഈ ഒരു ഹെഡ്സെറ്റ് വെക്കുന്ന ഒരു ഡെപ്പി പോലത്തെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലുള്ള ബാറ്ററി 180 mAh ആണ്. അപ്പോൾ ഇത് രണ്ടും ബാറ്ററി ഉണ്ട് നമുക്ക് മനസ്സിലായി. 160 mAhും 180 mAhും. അപ്പം നിങ്ങൾക്ക് ബാറ്ററി നിങ്ങളുടെ ഹെഡ്സെറ്റിലെ ബാറ്ററി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെപ്പി നിന്ന് ഓട്ടോമാറ്റിക്കലി ഹെഡ്സെറ്റ് ചാർജ് ആയിക്കോളും. നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് ലൈനിൽ വൈദ്യുതിയുമായിട്ട് എപ്പോഴും കണക്ഷൻ വേണ്ട എന്നർത്ഥം. കാരണം 2 ബാറ്ററി ബാക്കപ്പ് 2 പൗച്ചായിട്ട് 2 വസ്തുക്കളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്ക് ഏകദേശം 2ഉം കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യാം. അതായത് 2 ഇതും കൂടെ നമുക്ക് ടോട്ടലി 100 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ ഹെഡ്സെറ്റും ഉപയോഗിക്കുന്ന ഡെപ്പിയും രണ്ടിനും ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഡെപ്പിയിൽ നിന്ന് ചാർജിങ് വെച്ചിട്ട് നിങ്ങൾക്ക് 100 മണിക്കൂർ മാക്സിമം എന്ത് ചെയ്യാം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത് ബാറ്ററി ബാക്കപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടലി നോക്കുമ്പോൾ ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻ. ഇതിന് ഏകദേശം ഒരു 600 രൂപ എൻ്റെ അടുത്ത് ചാർജ് വരുന്നുള്ളൂ. ആമസോണിലൊക്കെ 600 രൂപയുടെ ചൂടേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, pTron എന്ന് അടിച്ചാലും മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടലി സ്പെസിഫിക്കേഷൻ. കൂടുതൽ ആളുകൾ ആപ്പിളിലാണ് ആദ്യം. ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആപ്പിൾ ആണ് ഇത്തരത്തിലുള്ളൊരു ഡിവൈസ് ഇറക്കിയത്. പിന്നെ അതിൻ്റെ പകർപ്പ് പല കമ്പനികളായി പല ഫോണുകളിലായി പലരുമായി ഇറക്കി ഈ ഒരു രൂപത്തിൽ എല്ലാവർക്കും എത്തിത്തുടങ്ങി. മെയിനായിട്ട് ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മുകളിലൊരു സ്വിച്ച് ഉണ്ട്. പെയർ ചെയ്യുന്ന വസ്തുവിൽ ഒരു പ്രത്യേക ലാംഗ്വേജ് ആണ്, എനിക്ക് തോന്നുന്നു ചൈനീസ് ലാംഗ്വേജ് ആണ് തോന്നുന്നു. ആ നമുക്ക് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഇൻഫർമേഷൻ തരും പെയറിങ്ങിലാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ബ്ലൂടൂത്ത് കണക്റ്റായി എന്ന് ചൈനീസ് ഭാഷയിൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും നമുക്ക് കേൾക്കാം. ഡിസ്കണക്റ്റ് ആകുമ്പോൾ അങ്ങനെ കേൾക്കാം. ബാറ്ററി ലോ ആണെങ്കിൽ അത് ഈ നമ്മൾ ചെവിയിൽ നിന്ന് സംസാരിക്കും, നമുക്ക് ഇൻഫർമേഷൻ ഈ ഒരു ഡിവൈസ് നൽകും ബാറ്ററി ലോ ആയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾ അടിക്കടി നമുക്ക് ഈ ഒരു ഡിവൈസ് ഓൾറെഡി ഇതിൻ്റെ ചിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചൈനീസ് ഭാഷ അറിയുന്നവർക്ക് വളരെ സുലഭമായിട്ട് മനസ്സിലാവും. ഇംഗ്ലീഷിലേക്ക് ഉള്ള ഡിവൈസുകളുമുണ്ട്. അപ്പോൾ ലാംഗ്വേജ് അവർ സെറ്റ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിനകത്തുള്ള ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് പെയറിങ് ആയിട്ടുണ്ടോ, ബ്ലിങ്ക് ലൈറ്റുകളാണ്. ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നീലയും ചുവപ്പും ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റുകളാണ് വരുന്നത്. അപ്പം പെയർ ആയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആവും. പെയർ ആയിട്ടില്ല, അതായത് ബ്ലൂടൂത്ത് ഡിവൈസും നിങ്ങളുടെ ഫോണും ഈ ഒരു ഡിവൈസും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് കത്തി നിൽക്കും. സ്റ്റേബിളായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് തമ്മിൽ കണക്റ്റഡ് അല്ല എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബ്ലൂടൂത്ത് ഇത് പെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അതിനകത്ത് പേര് സെർച്ച് ചെയ്യുക. എന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി pTron എന്ന് പറഞ്ഞ പേര് കാണിക്കും. അത് നിങ്ങൾ ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെയറിംഗ് ആയിട്ട് ആ പെയറിങ് അത് കണക്റ്റായ ശേഷം നിങ്ങൾക്ക് ആ ബ്ലൂടൂത്തിൻ്റെ താഴെ തന്നെ ആ pTron എന്ന പേരിൻ്റെ താഴെ തന്നെ ഇതിൽ എത്ര ശതമാനം ബാറ്ററി നിലവിലുണ്ട്, 100%ആണോ 80%ആണോ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉള്ള ആ ഒരു ഇൻഫർമേഷനും കൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൊച്ചു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും മികച്ചൊരു ക്വാളിറ്റിയുള്ള കമ്പനി ആയതുകൊണ്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചത്. അപ്പം മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപരീക്ഷകൾ ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമോനെ ഇന്നത്തേക്ക് വിടവാങ്ങുകയാണ്. സൈനിങ് ഓഫ്.